സ്വപ്നക്കൂട്. രചന, അവതരണം മിത്രവിന്ദ. സൂപ്പർ ടേസ്റ്റ് ആണമ്മേ, പറയാണ്ട് വയ്യ. സുമിത്ര കൊടുത്ത മാമ്പഴപ്പുളിശ്ശേരി കഴിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. ഏട്ടൻ ഈ പുളിശ്ശേരിയും പിന്നെ ഇത്തിരി കട്ടത്തൈരും മാങ്ങ അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ കുശാല. അതെല്ലാം കൂടി ആകുമ്പോ പുളിയല്ലേ? ലക്ഷ്മിക്ക് സംശയമായി. ഇല്ല എടുത്തി, അത് ഏട്ടത്തി എങ്ങനെ കഴിച്ചിട്ടില്ലാത്തോണ്ടാണ്. വീണേച്ചി, ഏട്ടത്തി നാമം ചൊല്ലാമായോ? ഉമ്മർത്ത് നിന്ന് ഉണ്ണിമോൾ വിളിച്ചു. വീണെ, നീ അങ്ങോട്ട് ചെല്ല്. ലക്ഷ്മി മോളെ, ഒന്നിങ്ങട് വന്നേ, ഒരു കൂട്ടം പറയാം. ഓ, അമ്മ അടുത്തതെന്തോ ഒപ്പിക്കുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് വീണ എഴുന്നേറ്റ് പോയി. മോളെ, എന്നും കാലത്തെ എഴുന്നേറ്റ് രണ്ട് കൈയും കൂപ്പി സദ്ബുദ്ധിയും സൽസ്വഭാവവും ഉള്ള ആരോഗ്യത്തോടു കൂടി ഒരു കുഞ്ഞിനെ തരണമേന്ന് സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഊ അമ്മേ, എന്തൊക്കെയാണ് നമ്മ പറഞ്ഞാ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. സുമിത്ര അവളെ നോക്കി മന്ദഹസിച്ചു. മോള് പോയി നാമം ചൊല്ലിക്കോ, അമ്മയ്ക്ക് ഇത്തിരി കൂടി ജോലിയുണ്ട്. കുറഞ്ഞത് 6-7 പ്രാവശ്യമെങ്കിലും ശ്യാമളയും അശോകനും ദീപയെ വിളിച്ചു. അച്ഛാ, പേടിക്കൊന്നും വേണ്ട, രാജീവേട്ടൻ എന്നെ ഒന്നും ചെയ്യില്ല. എന്നാലും എന്റെ മോളെ, ഞങ്ങളുടെ വിഷമം എത്രയാണെന്ന് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. വിഷമിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? എനിക്കൊരു സമാധാനവും ഇല്ല. ഞാൻ ഇനി ഒന്നും ചെയ്യാൻ തുനിയത്തില്ല. അന്നേരം എന്റെ വിവരമില്ലായ്മ കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതിൽ ഞാനിന്ന് ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. മോളെ, ഞാൻ അവനോട് ഒന്നും സംസാരിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇനിയും അവൻ... അച്ഛാ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി രാജീവേട്ടനെക്കുറിച്ച് അങ്ങനെ ഒന്നും കേൾക്കാണ്ട് ഞാൻ നോക്കിക്കോളാം. നിന്നെ അവിടെ നിർത്താൻ എനിക്ക് ഭയമാണ് മോളെ. എന്തിന്? അച്ഛൻ കാട് കയറി ചിന്തിച്ച് വേവലാതിപ്പെടണ്ട. അമ്മയോടും പറഞ്ഞേക്ക്. അച്ഛാ, എങ്കി വെച്ചോ, ഞാൻ നാളെ വിളിക്കാം. അശോകൻ അപ്പോഴേക്കും ഫോൺ വെച്ച് കഴിഞ്ഞു. രാജീവിന്റെ ഫോൺ നിർത്താതെ റിങ്ങിയുന്നുണ്ട്. അയാൾ കുളിക്കുകയായിരുന്നു. ദീപ പോയി ഫോൺ എടുത്ത് നോക്കി. ഹേമ കോളിംഗ്. അവൾ അതെടുത്ത് ലൗഡ് സ്പീക്കർ ഓപ്പൺ ചെയ്തു. ഹലോ രാജീവൻ, ഇന്നെന്താ വിളിക്കാതിരുന്നേ? രാജീവേട്ടൻ കുളിക്കുക, ഇറങ്ങുമ്പോ പറയാം. ദീപ മറുപടി നൽകി. പെട്ടെന്ന് തന്നെ ആ കോൾ കട്ടായി. അപ്പോഴേക്കും രാജീവൻ കുളി കഴിഞ്ഞു വന്നു. രാജീവേട്ടൻ ഒരു കോൾ ഉണ്ടായിരുന്നു, ഒരു ഹേമ. ഇറങ്ങുമ്പോൾ തിരിച്ചു വിളിക്കാന്ന് ഞാൻ പറഞ്ഞു. ദീപ ഫോൺ അവന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൻ ഫോണുമായിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മോളെ, ഊണ് കഴിക്കാൻ വാ. ഭാരതിയമ്മ വിളിച്ചപ്പോ അവൾ അവരുടെ പിന്നാലെ പോയി. അച്ഛൻ കഴിച്ചിട്ട് പോയോ അമ്മേ? പോയി. മോള് വാ, ഒന്ന് വയറ് നിറച്ച് എന്തേലും കഴിക്ക്, അവർ സ്നേഹത്തോടെ പറഞ്ഞു. രാജീവൻ മുറ്റത്ത് നിന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്നത് അവൾ കണ്ടു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ റൂമിലെത്തിയതും രാജീവൻ പോയി റൂമിന്റെ വാതിൽ ലോക്ക് ചെയ്തു. എടി, നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലാൽ നീ എനിക്ക് വരുന്ന ഒറ്റ കോള് പോലും എടുത്തേക്കരുത്, കേട്ടോടി പുല്ലേ. ഹേമയെന്ന് കണ്ടപ്പോ ഒരു ക്യൂരിയോസിറ്റി തോന്നി. ഇനി ആ പെണ്ണാണോ നിങ്ങളുടെ മനം കവർന്ന മാതക സുന്ദരിയെന്നോർത്തു. അതുകൊണ്ട് എടുത്തതാ. താൻ എന്തെങ്കിലും പറയുമ്പോൾ പേടിച്ചു വെറുക്കുന്ന ദീപയല്ലായിരുന്നു അവനപ്പോ കണ്ടത്. തന്നോട് പോരാടാൻ ഉറച്ചായിരുന്നു അവളെന്ന് രാജീവൻ ഉറപ്പിച്ചു. അവളിലുണ്ടായ മാറ്റം അവനെ ഞെട്ടിച്ചു കളഞ്ഞു. എടി, നിന്നെ ഞാൻ... നിന്റെ തർക്കത്തരം ഇന്നോട് ഞാൻ അവസാനിപ്പിക്കും. അവൻ അവളുടെ നേർക്ക് പാഞ്ഞു ചെന്നു. തൊട്ടു പോകരുത്. നിങ്ങളുടെ അടിയും ചവിട്ടും തൊഴിയും എല്ലാം ഏറ്റുവാങ്ങി കരഞ്ഞുകൊണ്ടിരുന്ന ദീപയില്ലേ, അവൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്നെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ അഴി എണ്ണേണ്ടി വരും, കാണണം. അത് കേട്ടതും രാജീവൻ പൊട്ടിച്ചിരിച്ചു. നീ കാണിക്കടി, എന്നെ നീ ജയിലിൽ പിടിച്ചുകൊണ്ട് അടക്കടി. നീ ആരടിയെന്ന് പറഞ്ഞാല് ഞാൻ ആരാണെന്ന് പറയണോ? ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ച് ഹോസ്പിറ്റലിൽ ഞാൻ കയറിയാൽ ആ നിമിഷം നിങ്ങൾ ജയിലിലാകും. അപ്പോഴറിയും നിങ്ങൾ ഈ ഞാൻ ആരാണെന്ന്. അതും പറഞ്ഞുകൊണ്ട് ദീപ കട്ടിലേ കയറി കിടന്നു. എന്നും താൻ ഉറങ്ങിയോന്ന് ഉറപ്പുവരുത്തിയിട്ട് കിടന്നിരുന്നവളാണ്. ഇപ്പൊ യാതൊരു കൂസലുമില്ലാതെ അവൾ കയറി കിടന്നിരിക്കുന്നു. രാജീവൻ ചാവട്ടിത്തുള്ളി മുറിവിട്ട് ഇറങ്ങിപ്പോയി. ആ തക്കം നോക്കി ദീപ വേഗം അവന്റെ ഫോണിൽ നിന്നും ഹേമയുടെ നമ്പർ തന്റെ ഫോണിലേക്ക് സേവ് ചെയ്തു. നീ ഇതെവിടെ പോയതാ വൈശാഖ? എത്ര നേരായി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. മുറ്റത്ത് ബൈക്ക് വെച്ചിട്ട് അവൻ ഉമ്മറത്തേക്ക് കയറി. അച്ഛാ, ഞാൻ നമ്മുടെ പോറ്റി സാറിനെ കാണാൻ പോയതാ. ട്രെയിനിങ് ഉണ്ടച്ചാ, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ പോയതാ. എന്നാലും ആ ഫോണൊന്നും എടുക്കാൻ മേലായിരുന്നോ മോനെ? ആ കുട്ടി എത്ര വിഷമിച്ചു. ഓ, സാറിനോട് സംസാരിച്ചിരുന്നോണ്ടാ. അച്ഛനറിയാലോ സാറിന്റെ കാര്യം.
ഉം, എന്തെങ്കിലും ആവട്ടെ, നീ മുറിയിലോട്ട് ചെല്ല്. വല്ലാത്ത ഉഷ്ണം. ശേഖരൻ ഒരു തോർത്തുമെടുത്ത് വീശിക്കൊണ്ട് ചാരുകസേരയിലിരുന്നു. അമ്മേ, ദേ ഏട്ടൻ വന്നു. നീ ഇതെവിടെ പോയതാടാ? നേരം എത്രയെന്ന് നിനക്കറിയോ? വിളിച്ചവളോട്ട് ഫോണും എടുക്കത്തില്ല. അമ്മ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാനും മാത്രം എന്താ സംഭവിച്ചത്? ഞാനിങ്ങി വന്നില്ലേ? ഞാൻ സാറിനെ കാണാൻ പോയതാ. മിണ്ടരുത്, പൊയ്ക്കോ എന്റെ മുന്നീന്ന്. ഇതെന്താ ഇവർക്കെല്ലാം പറ്റിയത്? മനുഷ്യനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ. അവൻ മെല്ലെ റൂമിലേക്ക് കയറിപ്പോയി. ലക്ഷ്മിയുടെ അടുത്ത് ഉണ്ണിമോളുണ്ടായിരുന്നു. ആ, ഏട്ടൻ വന്നല്ലോ. എടുത്തി, അപ്പൊ ഗുഡ് നൈറ്റ്. ഉണ്ണിമോൾ അവനെ ഒന്ന് അടിമുടി നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്റെ മോളെ, ഞാൻ പോറ്റി സാറിനെ കാണാൻ പോയതാ. അവിടെ ചെന്നപ്പോ മുടിഞ്ഞ മഴ. പിന്നെയാണെങ്കിൽ സാറിനോട് സംസാരിച്ചിരുന്നു. ലക്ഷ്മി ഒരു അക്ഷരം പോലും മിണ്ടാതെ തല കുനിച്ചിരിക്കുകയാണ്. ദേ കുഞ്ഞുലക്ഷ്മി, നിന്റെ അമ്മ എന്നോട് പിണങ്ങിയിട്ടോ? അച്ഛയുടെ പൊന്നിനറിയാലോ. സത്യത്തിൽ അച്ഛ എവിടെയാണ് പോയെന്ന്. അവൻ കൊഞ്ചിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ലക്ഷ്മി, പിണങ്ങിയോ? അവൻ അവളുടെ താടി പിടിച്ചുയർത്തി. എന്നിട്ട് അവളെ അവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അവൾ വാഷ്റൂമിലേക്ക് ഓടി. കാര്യം മനസ്സിലാവാതെ വൈശാഖൻ പിറകെയും. ഭയങ്കര ഓക്കാനുമായിരുന്നവൾ. ലക്ഷ്മി, എന്താ പറ്റിയത്? അമ്മേ, ഒന്നിങ്ങോട്ട് വരൂ. വൈശാഖം വിളിച്ചു കൂവി. അപ്പോഴേക്കും ലക്ഷ്മി തളർന്നു വന്ന് കട്ടിലിരുന്നു. എന്താടാ, എന്താ പറ്റിയ? സുമിത്രയും വീണയും കൂടി ഓടി വന്നു. ഒന്നുമില്ലമ്മേ, എനിക്കൊരു ഓക്കാനം പോലെ തോന്നി. അതിനാണ് ഈ ഏട്ടൻ വെറുതെ ബഹളം വെക്കുന്നത്. ഓ, എന്റെ ദൈവമേ, ഈ ഏട്ടൻ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്താ മോളെ, ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അറിയില്ലമ്മേ, ഇപ്പൊ കുറഞ്ഞു. അമ്മ പോയി കിടന്നോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് വിളിച്ചാൽ മതി കേട്ടോ. സുമിത്രയും വീണയും കൂടി മുറിവിട്ട് ഇറങ്ങിപ്പോയി. വൈശാഖൻ വാതിലടച്ച് ലോക്ക് ചെയ്തിട്ട് ലക്ഷ്മിക്ക് അരികിലേക്ക് വന്നു. ഇങ്ങോട്ട് വരരുത് പ്ലീസ്. ലക്ഷ്മി വൈശാഖിനെ നോക്കി. ഞാൻ സോറി പറഞ്ഞില്ലേ? നോക്ക് ലക്ഷ്മി, നീ ഇങ്ങനെ തുടങ്ങരുത് കേട്ടോ. ലേറ്റായി പോയി, വിളിച്ചിട്ട് കിട്ടിയുമില്ല. അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് വന്നു. ഏട്ടാ, എന്റെ അടുത്ത് വരരുത്, ഒന്ന് മാറിപ്പോകൂ. ഇത്തവണ അവൾ തന്റെ നാസിക പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്താ, നിനക്ക് എന്തു പറ്റി? ഏട്ടാ പ്ലീസ്. ഏട്ടനടുത്ത് വരുമ്പോ എനിക്കെന്തോ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഏ, നീ എന്താ ലക്ഷ്മി പറയുന്നേ? ഞാനടുത്ത് വന്നപ്പോ നിനക്ക് ഛർദ്ദിക്കാൻ തോന്നിയെന്നോ? ഒന്നും മനസ്സിലാകാത്ത പോലെ അവൻ അവളെ നോക്കി. വായും മൂക്കും പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുവാണ് ലക്ഷ്മി. സത്യമാണ് ഏട്ടാ ഞാൻ പറയുന്നേ. എനിക്ക് ഭയങ്കരമായിട്ടും വോമിറ്റ് ചെയ്യാൻ തോന്നുവാ. ലക്ഷ്മി വീണ്ടും ബാത്റൂമിലേക്ക് ഓടി. പുറന്തടവി തരണോ ഞാന്? വേണ്ട വേണ്ട, ഒന്ന് പോയി തന്നാ മതി. അവൾ വേഗം പായ കഴുകിയിട്ട് കട്ടിലേക്ക് വന്നു കിടന്നു. ഇതെന്താണ് ഇങ്ങനെ? ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുവാ. എനിക്കും ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ്. ശരി ശരി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. എനിക്കൊന്നും അറിയാൻ വയ്യ. അവൾ കട്ടിലേക്ക് പുറംതിരിഞ്ഞു കിടന്നു. അവൻ തുണി മാറിയിട്ട് കുളിക്കാൻ കയറി. ഒരു ടാങ്ക് വെള്ളമെങ്കിലും ദേഹത്തൊഴിച്ചു കാണും അവൻ. ഓ, ഇനി മണമുണ്ടെന്നെങ്ങാനും പറഞ്ഞാല് നീ എന്റെ കയ്യിന്ന് മേടിക്കും. വൈശാഖൻ തല തുവർത്തിക്കൊണ്ട് ഇറങ്ങി വന്നു. ലക്ഷ്മി ഒന്ന് ചെരിഞ്ഞു നോക്കി. ഏട്ടാ, എന്നോട് പിണങ്ങല്ലേ പ്ലീസ്. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു, സത്യമായിട്ടും. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. കുഴപ്പമില്ല. നമ്മുടെ സോപ്പിന്റെ മണം എനിക്കിഷ്ടമാണ്. പക്ഷെ പെർഫ്യൂം അതാണെന്ന് തോന്നുന്നു. എനിക്കൊരു ഡൗട്ടുണ്ട്. എങ്കിലാ പെർഫ്യൂം ഇനി ഉപയോഗിക്കുന്നില്ല, അതുപോലെ. അവൻ വന്ന് അവളുടെ അടുത്ത് കിടന്നു. എടി, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കടി. അവൻ അവളുടെ ചുമലിൽ പിടിച്ചു വലിച്ചു. അടങ്ങിക്കിടക്കും മനുഷ്യ. ഇനി വാഷ്റൂമിലേക്ക് എഴുന്നേക്കാൻ എനിക്ക് വയ്യ. ഓ, ഭവതി ഇപ്പോ അങ്ങനായോ? അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ഔട്ടായല്ലേ? ഏട്ടാ പ്ലീസ്. എന്തോന്ന് പ്ലീസ്? എന്റെ കുഞ്ഞുലക്ഷ്മി, അമ്മയ്ക്കിട്ട് അച്ഛൻ പണി കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ രണ്ടും കൂട്ട്. അവൻ ചെരിഞ്ഞ് അവളുടെ വശത്തേക്ക് വന്ന് കിടന്നു. എന്നിട്ട് വലങ്കൈ കൊണ്ട് അവളുടെ വയറ് ചുറ്റിപ്പിടിച്ചു. ഒന്ന് വിടുന്നുണ്ടോ മനുഷ്യ? അവിടെ എങ്ങാനും ചുരുണ്ടുകൂടി കിടക്കാൻ നോക്ക്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ആ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ ബാലങ്കേ നായരായിട്ടാണ് നിന്റെ കൂടെ കിടന്നതെന്ന്. ഏട്ടാ, അമ്മ ചോദിച്ചു, വിജി ചേച്ചി ചോദിച്ചു, വീട്ടിൽ ചെന്നപ്പോ എന്റെ അമ്മ ചോദിച്ചു, എന്റെ ഫ്രണ്ട്സും നാട്ടുകാരും ഒക്കെ ചോദിച്ചു. അങ്ങനെ എല്ലാവരുടെയും മുമ്പില് ഞാനൊരു ചോദ്യചിഹ്നമായി നിന്നപ്പോൾ
അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ ചെയ്തത് തെറ്റാണോ? നിന്റെ പൂർണ്ണ സമ്മതത്തോടെ അല്ലായിരുന്നോ? അതിലെന്ത് തെറ്റാണുള്ളത്? നീ പറയ. അയ്യടാ, ഒരു തെറ്റുമില്ല. 100% ശരിയാണേ. ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ടിരിക്കുന്നു. കിടന്നുറങ്ങാൻ നോക്കൂ മനുഷ്യ. ആ, എന്നിട്ട് നിന്റെ ഒരു വർത്തമാനം. ഈ പാവം എന്നെ നീ കുറ്റപ്പെടുത്തുകയാണോടി? ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുന്നു. കാര്യം തീർന്നോ? ദൈവത്തെ ഓർത്തൊന്ന് കിടക്ക്. ഞാൻ കിടന്നോളാം. ഇതെന്റെ കുഞ്ഞുലക്ഷ്മിക്ക്. അവൻ അവളുടെ വയറിൽ ചുംബിച്ചു. അവളും ചിരിച്ചുകൊണ്ട് ഉറങ്ങാനായി കിടന്നു. എടി, എനിക്കൊരു ഉമ്മതാടി. ഓ, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ ഏട്ടന്? പിന്നില്ലേ, എനിക്കൊന്ന് ഉറങ്ങണ്ടേടി. അതിന് അതിനൊരു ഉമ്മതാ, അത്രേ ഉള്ളൂ. ഉമ്മ തന്നാൽ ഉറങ്ങുവോ? ഉം, നോക്കാം. വേറെ നിർവാഹം ഇല്ലല്ലോ. എങ്കിലേ ഇപ്പൊ തൽക്കാലം എന്റെ മോൻ ഉറങ്ങേണ്ട. കുഞ്ഞുലക്ഷ്മി, നിന്റെ അമ്മയ്ക്ക് ഇത്തിരി ജാട കൂടുന്നുണ്ട് കേട്ടോ. എല്ലാം അച്ഛൻ ക്ഷമിക്കുവാ നിനക്ക് വേണ്ടി. ഓ, ഒരൗദാര്യം. ഒന്ന് പോട ചെറുക്ക. അവൻ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും അവൾ അവന്റെ നേർക്ക് ഒന്ന് തിരിഞ്ഞു പോലും കിടന്നില്ല. നമ്മുടെ മക്കളിൽ ഒരാൾക്ക് സന്തോഷവും മറ്റൊരാൾക്ക് സങ്കടവും. പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടും? ശ്യാമളയും അശോകനും രാത്രി ഏറെ വൈകിയെങ്കിലും ഉറങ്ങാതെ കിടക്കുകയാണ്. എനിക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല ശ്യാമളെ. അവനൊരു പക്കാ ഫ്രോഡാണെന്ന് തോന്നുന്നു. ദീപമോള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അവള് ആ നശിച്ചവന്റെ കൂടെയല്ലേ? എന്നാലും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവൻ ഇത്തരക്കാരനാണോടി? ആ, എനിക്കൊന്നും അറിയില്ല. ഒന്നുമില്ലാതെയാണോ എന്റെ മോള് സ്വയം ജീവനൊടുക്കാൻ നോക്കിയത്? അത്രയ്ക്ക് മനസ്സിൽ തട്ടിയിട്ടാണവൾ. ശ്യാമള കരഞ്ഞു. പോട്ടെ. ആ കാർത്തിക്കിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ ഒന്ന് വാച്ച് ചെയ്യാന്. അവനെല്ലാം കണ്ടുപിടിച്ച് തരുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്നിട്ട് വേണം എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ച ആ ചെറ്റയെ എനിക്കൊന്ന് കാണാൻ. എല്ലാം എന്റെ കുഞ്ഞിന്റെ വിധി, അല്ലാണ്ടെന്ത്? ഈ ജാതകവും ജ്യോതിഷവും ഒന്നും സത്യമല്ല. 10ൽ 10 പൊരുത്തമെന്നും പറഞ്ഞ് കെട്ടിച്ചയച്ചതാണ്. എല്ലാം കള്ളമല്ലേ? ശ്യാമളയുടെ ചോദ്യത്തിന് അശോകന്റെ മുൻപിൽ ഉത്തരമില്ലായിരുന്നു. ഒരു കണക്കിന് തന്റെ ഭാര്യ പറഞ്ഞത് സത്യമാണെന്ന് അയാൾക്ക് തോന്നി. എന്നിരുന്നാലും അവനെ അവളെയും താൻ പൊക്കും, ഉറപ്പ്. ബ്രഷ് ചെയ്തപ്പോൾ 2-3 തവണ ലക്ഷ്മി ഓക്കാനിച്ചു. ഈ പേസ്റ്റ് മാറ്റണം. എനിക്ക് ഈ ടേസ്റ്റ് ഇപ്പൊ പിടിക്കുന്നില്ല കേട്ടോ. ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. പിറുപിറുത്തുകൊണ്ട് വൈശാഖൻ കുളിക്കാൻ കയറിപ്പോയി. കാലത്തെ എഴുന്നേറ്റു. ലക്ഷ്മിയും വൈശാഖനും കൂടി അമ്പലത്തിൽ പോയിരിക്കുകയാണ്, നൂല് ജപിച്ച് കിട്ടാൻ വേണ്ടി. സുമിത്ര പറഞ്ഞു വിട്ടതാണ് രണ്ടാളെയും കൂടി. ലക്ഷ്മി ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണെന്ന് വൈശാഖനും അറിയായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ തന്നെ അവനും പോകാൻ തീരുമാനിച്ചത്. ക്ഷേത്രത്തിൽ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ പുഷ്പാഞ്ജലി മേടിച്ചുകൊണ്ട് അവർ രണ്ടാളും വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും സുമിത്ര ദോശയും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വൈശാഖിന്റെ ഫോൺ ശബ്ദിച്ചത്. ഹലോ വൈശാഖേട്ടാ. ആളെ കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജംഗ്ഷനിലെത്താമോ? കാർത്തിക് പറഞ്ഞത് കേട്ടതും വൈശാഖൻ ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി ചാടി എണീറ്റു. നീ എങ്ങോട്ടാ മോനെ? അവന്റെ വെപ്രാളം കണ്ടതും സുമിത്ര ഓടി അരികിലേക്ക് വന്നു. ഒന്നുമില്ലമ്മേ, ഞാൻ പെട്ടെന്ന് വരാം. അവൻ ബൈക്ക് വേഗത്തിൽ ഓടിച്ചുപോയി. ഏട്ടൻ എവിടേക്കാണമ്മേ ഇത്രയും കാലത്ത് ഇറങ്ങിയത്? ഒന്നും പറഞ്ഞില്ലല്ലോ മോളെ. ആരെയോ കാണുമെന്ന് പറഞ്ഞു പോയതാ. അവൾ അലക്ഷ്യമായി മൂളി. ഏട്ടൻ എന്തൊക്കെയോ തങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായി അവൾക്ക് തോന്നി. ഇന്നലെ പോറ്റി സാറിനെ കാണാൻ പോയിന്ന് ഏട്ടൻ കളവ് പറഞ്ഞതാണ്. അത് അവൾക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു. ആ, എന്തായാലും ഏട്ടൻ വരട്ടെ, ചോദിച്ചു നോക്കാം. അവൾ ഫോണെടുത്ത് ദീപയെ വിളിച്ചു. ഹലോ ചേച്ചി, എന്തെടുക്കുവാ? ആ മോളെ, ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു. നിനക്ക് ക്ഷീണം എന്തേലും ഉണ്ടോ? കുഴപ്പമില്ല ചേച്ചി. രാജീവേട്ടൻ എവിടെ? ഏട്ടൻ ഇവിടെ ഉണ്ട്. ഇന്ന് ലീവാണെന്ന് തോന്നുന്നു മോളെ. ചേച്ചിയോട് മിണ്ടിയോ? അതോ? അത്രയ്ക്കൊന്നും ഉണ്ടായില്ല. എന്നാലും വഴക്കൊന്നും പറഞ്ഞില്ല. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചി നമ്മുടെ വീട്ടിലേക്ക് പോകൂ. അച്ഛനും അമ്മയും അവിടെ ഇല്ലേ? രാജീവേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല മോളെ. എന്നോട് എത്ര അകൽച്ച കാണിച്ചാലും വെറുപ്പ് കാണിച്ചാലും ആ മനുഷ്യനെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല.
അത് പറയുമ്പോൾ അവൾ കരയുകയാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. ദീപേച്ചി, ലക്ഷ്മി വിളിച്ചു. ചേച്ചിയുടെ മനസ്സെനിക്കറിയാം. ഞാനും ഒരു ഭാര്യയാണ്. പക്ഷെ രാജീവേട്ടൻ, ഏട്ടന് തിരിച്ച് ചേച്ചിയോടും അങ്ങനെ തോന്നണ്ടേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്കതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ഒക്കെ ശരിയാകും മോളെ, ചേച്ചിക്ക് ഉറപ്പുണ്ട്. പ്രതീക്ഷ കൈവിടാതെ, അവൾ പറഞ്ഞു. ഞാനും എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം എത്രയും പെട്ടെന്ന് ഓക്കെയാകും. നിനക്കിനി എന്നാണ് മോളെ ഹോസ്പിറ്റലിൽ പോവേണ്ടത്? എനിക്ക് 1 മാസത്തേക്കുള്ള ഗുളികയാണ് ചേച്ചി തന്നത്. അത് തീർന്നിട്ട് പോയാൽ മതി. എന്റെ മോള് സൂക്ഷിക്കണേ. ചേച്ചി. ചേച്ചി ചേച്ചി സങ്കടപ്പെടരുത്. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. ഏയ് ഇല്ല മോളെ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിൽ ഇന്ന് പശ്ചാത്തപിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് ഓർത്താൽ മതി. എല്ലാം ശരിയാകും. കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നിട്ട് ലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു. എക്സാം അടുക്കാറായതുകൊണ്ട് ലക്ഷ്മി ബുക്സൊക്കെ വായിച്ചു പഠിക്കുകയാണ്. ഇടയ്ക്ക് സുമിത്ര അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, എന്താമേ? ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്ന് പഠിക്കരുതേ, നടുവിന് വേദന എടുക്കും. ശരിയമ്മേ. 5-ാം മാസം മുതൽ നമുക്കിത്തിരി കൊട്ടൻ ചുക്കാതിയൊക്കെ നടുവിന് തടവി കൊടുക്കാം. അപ്പോഴാശ്വാസം കിട്ടും. അമ്മേ, ഞാൻ അമ്മയോടൊരു കാര്യം പറയണമെന്നോർത്തിരിക്കുമായിരുന്നു. അവൾ ദീപയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞു. പൂർണ്ണത്രേശ, ഞാനിത് എന്തൊക്കെയാ കേൾക്കുന്നേ? പാവം കുട്ടി. അതേമ്മേ, ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു ഊഹവുമില്ല. മോളെ, വിഷമിക്കണ്ട. എല്ലാം പെട്ടെന്ന് ശരിയാവും. ഗുരുവായൂരപ്പനൊരു കൃഷ്ണനാട്ടം നേർന്നാ മതി. തടസ്സങ്ങളൊക്കെ മാറും. ഒന്നും വേണ്ടമ്മേ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ദീപേച്ചിയെ ഈശ്വരൻ ഇങ്ങനെ ശിക്ഷിക്കുമല്ലേ? ദൈവത്തെ വിളിക്കാൻ പോലും ഞാൻ മറന്നു പോവാ. അങ്ങനൊന്നും പറയണ്ട മോളെ. പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടില്ലേ, ഒരു കുന്നിനൊരു കുഴിയുണ്ട്. അങ്ങനെ കരുതിയാ മതി. തുടരും.